ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആശാ സമരം ഒത്തുതീർപ്പാക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ച യോഗമാണ്, ചർച്ചയാണ്. വീണ ജോർജ് വിളിച്ച ചർച്ച ഇന്ന് നടക്കും. വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാകും ചർച്ച. വിവരങ്ങളുമായി ഡാൻ തന്നെ ചേരുന്നുണ്ട്. ഡാനിലേക്ക് പോകും മുൻപ് ഇന്ന് രാവിലെ ആശാ വർക്കർമാർ നമ്മളോട് സംസാരിച്ചിരുന്നു, സംഘടനാ നേതാക്കൾ സംസാരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. നമ്മളെ ഈ 53ാമത്തെ ദിവസം രാപ്പകൽ സമരം തുടങ്ങി, നിരാഹാര സമരം തുടങ്ങി 15ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയത്തിന്റെ വിഷയത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ വിഷയത്തിലും ഒരു സെറ്റിൽമെന്റ് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു സമരം നടക്കുന്നു. ആ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്, മറ്റൊരു സാഹചര്യത്തിലുമല്ല. അതുകൊണ്ട് സമരസമിതി ഉന്നയിക്കുന്ന ഡിമാൻഡുകളായിരിക്കണം ചർച്ച ചെയ്യേണ്ടുന്നത്, പരിഗണിക്കേണ്ടത്. കാരണം അങ്ങനെ വ്യത്യസ്തമായൊരു നിലപാടില്ലല്ലോ, അത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം 2 തവണ ചർച്ച നടത്തിയപ്പോഴും ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചുകൊണ്ടാണല്ലോ ഗവൺമെന്റ് വെക്കുന്ന മറ്റു വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാതിരുന്നത്. അത് വളരെ വ്യക്തമാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകില്ല എന്നാണോ? വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡിന്റെ പുറത്ത് ഗവൺമെന്റ് എത്രയാണെന്ന് പറയട്ടെ, അവിടെയാണത്. അതാണ് വിട്ടുവീഴ്ച. ഡാൻ, 53ാം ദിവസവും സമരത്തിലാണ് ആശമാർ. അപ്പോൾ 3ാം വട്ട ചർച്ചയിലേക്ക് കടക്കുമ്പോൾ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണ ചർച്ചയ്ക്ക് മറ്റ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ഈ ആശാ വർക്കർമാരുടെ തന്നെ മറ്റ് സംഘടനാ പ്രതിനിധികൾ, INTUC, CITU അവരെ വിളിച്ചിട്ടുണ്ട്. JP നഡ്ഡയെ കണ്ട് വന്നതിന് ശേഷമാണ് ഈ 3ാം വട്ട ചർച്ച നടക്കുന്നത്. അതായത് മുൻപ് സർക്കാരിന്റെ പരിമിതികളും പ്രതിസന്ധികളും മനസ്സിലാക്കണമെന്ന് മാത്രമാണ് സർക്കാരിന് മുന്നോട്ട് വെക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനപ്പുറത്ത് ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും നടക്കും എന്ന സൂചനകളുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം വെറുതെ കഴിഞ്ഞ തവണ നടന്നതുപോലെ 2 ചർച്ച നടന്നു, സമരം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനപ്പുറത്തേക്ക് ഒത്തുതീർപ്പ് ഫോർമുല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് INTUCന്റെയും CITUവിന്റെയും പ്രതിനിധികൾ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനെ ഗൗരവത്തിൽ കാണുന്നതും. അതായത് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചുകൊണ്ട്, അതായത് ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ചർച്ചയിലേക്ക് അടിയന്തരമായി കടന്നത് എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുക? അതല്ല എങ്കിൽ ആ ഇൻസെന്റീവിന് പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ആശാവർക്കർമാർക്ക് നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഒരുപക്ഷെ ഒരു തീരുമാനം കൈക്കൊണ്ടേക്കാമെന്നാണ് സൂചന. സമാന ആവശ്യങ്ങൾ CITUവും INTUCയും മുമ്പോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ കൂടി കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് നീങ്ങി 53 ദിവസമായി തുടരുന്ന ഈ സമരം ഏത് വിധേനയും ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വൈകുന്നേരം ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഡാൻ ഖുരേനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 3:30ക്കാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ചർച്ച. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയാണ് അവർ ഈ 53ാം ദിവസവും സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഇരിക്കുന്നത്. അവർക്ക് മടങ്ങിപ്പോകാനാകും, പ്രതീക്ഷയോടെ സന്തോഷത്തോടെ മടങ്ങിപ്പോകാനാകും എന്ന് നമുക്കും ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോവാം. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം.